സൗദി അറേബ്യയും ഈ യുഎഇയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം വളരെ ആഴത്തിലുള്ള പ്രശ്നങ്ങളാണ്. അവിടെ ഇന്ത്യ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം അതിരൂക്ഷമായിട്ട് മാറുകയും ചെയ്യും. ഈ പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ തീർച്ചയായിട്ടും തുർക്കിയും പാകിസ്ഥാനും ഒക്കെ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ഈ സൗദിയും യുഎഇയും തമ്മിൽ സഹകരിക്കരുത് അല്ലെങ്കിൽ സൗഹൃദം നിലനിർത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ്. ഇവരിത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതെങ്ങനെയും തടസ്സപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുഎഇയും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരവും തർക്കങ്ങളും ഏത് വിധേനയും പരിഹരിക്കുക എന്നൊരു ദൗത്യം കൂടി വന്നിരിക്കുകയാണ്. പ്രാദേശിക സ്ഥിരത എന്ന കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും ഒരേ താല്പര്യമുണ്ടെങ്കിലും സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ നേതൃത്വത്തിനായിട്ട് ഇരു രാജ്യങ്ങളും ഇപ്പോൾ കടുത്ത പോരാട്ടത്തിലാണ് എന്ന് തന്നെ പറയാം. അതായത് ഓൾറെഡി ഒപ്പക്കിൽ നിന്ന് ഇതിനോടകം യുഎഇ പിന്മാറിയിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ പിന്മാറിയിരിക്കുകയാണ്. ഇത് സൗദി അറേബ്യയുടെ എണ്ണ വിപണിയിലെ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയുമാണ്. അന്താരാഷ്ട്ര കമ്പനികൾ അവരുടെ പ്രാദേശിക ആസ്ഥാനങ്ങൾ സൗദി അറേബ്യയിലേക്ക് മാറ്റണമെന്നും അല്ലാത്തപക്ഷം സർക്കാർ കരാറുകൾ നൽകുകയില്ല എന്നും റിയാദിന്റെ ഉത്തരവ് വന്നത് ശരിക്കും നേരിട്ട് ദുബായിയുടെ ഒരു ബിസിനസ് ഹബ്ബ് എന്ന് പറയുന്ന പദവിക്ക് നേരെയുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു. ദുബായിയെ ഇത് ചൊടിപ്പിക്കുമെന്നത് പ്രത്യേകം പറയണ്ടല്ലോ, അല്ലെങ്കിൽ യുഎഇയെ ചൊടിപ്പിക്കുമെന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. യമൻ പോലെയുള്ള പ്രാദേശിക സംഘർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും വ്യത്യസ്ത നിലപാടാണ് എടുക്കുന്നത്. സൗദി ഭരണകൂടം ഔദ്യോഗികമായിട്ടുള്ള യമനിലെ സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളുടെയും കപ്പൽ പാതകളുടെയും നിയന്ത്രണം ഉറപ്പാക്കാൻ യുഎഇ ദക്ഷിണ യമനിലെ ഗ്രൂപ്പുകളെയാണ് പിന്തുണയ്ക്കുന്നത്. അങ്ങനെ ശരിക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ തത്വത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഐമെക് അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ സാധ്യമാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സാധ്യമാവുക അത്ര എളുപ്പമല്ല. കാരണം ഈ കണക്ടിവിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കരമാർഗം റെയിൽ കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്ക് യുഎഇയും സൗദിയും സഹകരിച്ചേ പറ്റൂ. പരസ്പരം ഉടക്കി വിശ്വാസമില്ലാതെ നിന്നു കഴിഞ്ഞാൽ ഇത് സാധിക്കില്ല. ഇന്ത്യയിൽ നിന്ന് എത്തുന്ന ചരക്ക് യുഎഇയിലൂടെ സൗദി വഴി ജോർദാൻ വഴി ഇസ്രായേലിൽ പോയി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകേണ്ടതാണ്. സോ ഇവിടെ ഇസ്രയേലും യുഎഇയും സൗദിയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വളരെ പ്രധാനമാണ്. നിലവിൽ യുഎഇയും ഇസ്രയേലും തമ്മിൽ നല്ല സഹകരണമുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് യുഎഇയെയും അതുപോലെ സൗദിയെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്കിടയിൽ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. സൗദി യുഎഇ ഭിന്നത റെയിൽവേ ലിങ്കുകൾ ഏകോപിപ്പിക്കുന്നത് പ്രയാസകരമാക്കുന്നുണ്ട്. സാങ്കേതിക മാനദണ്ഡങ്ങളിലോ കസ്റ്റംസ് നിയമങ്ങളിലോ ധാരണയിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ഇടനാഴി തന്നെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഇസ്രയേൽ, ലെബനൻ, ഇറാൻ മേഖലകളിലെ സംഘർഷം ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്കുള്ള പാതയ്ക്ക് ഓൾറെഡി വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും ഇന്ത്യ ഒരു മധ്യസ്ഥത വഹിക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. സൗദിയെയും യുഎഇയെയും ചർച്ചയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇതിനകത്തുള്ളത്. സൗദി അറേബ്യ ആണെങ്കിലും യുഎഇ ആണെങ്കിലും ഇന്ത്യയെ അവരുടെ പ്രധാന ഒരു വിപണിയായിട്ട് കൂടിയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഇടപെടലുകളെ നിഷേധിക്കാനോ കണ്ടില്ലെന്ന് വയ്ക്കാനോ അവർക്ക് കഴിയില്ല. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാകണമെന്ന് സൗദിയും ഇന്ത്യയും യുഎഇയും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. ഇതിന്റെ ഇടയിൽ തുരങ്കം വച്ചത് തീർച്ചയായിട്ടും ഇറാനും ഇറാനെ പിന്തുണയ്ക്കുന്ന ഹമാസ് അടക്കമുള്ള സംഘടനകളുമാണ്. ആ ഒരു യുദ്ധം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ പ്രോജക്റ്റ് സമാധാനത്തോടെ മുന്നോട്ട് പോവേണ്ടതായിരുന്നു. ഇതിനിടയിൽ സൗദിയും യുഎഇയും തമ്മിലുള്ള ബന്ധത്തിൽ വീണ വിള്ളലുകളും അതിനെ കൂടുതൽ കത്തിക്കാനായിട്ട് പാകിസ്ഥാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നതുമൊക്കെ ശരിക്കും ഈ പ്രോജക്റ്റ് നടക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള കപ്പൽ പാതയും ഡിജിറ്റൽ ലിങ്കുകളും ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാണ്. സൗദി അറേബ്യയിലെ റെയിൽവേ ശൃംഖലകൾ പ്രത്യേകമായി വികസിപ്പിച്ചു വരികയുമാണ്. ഇത് പൂർണ്ണമായ തോതിൽ കണക്ട് ചെയ്തുകൊണ്ട് ആ പാത യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള വെല്ലുവിളി. എന്തായാലും സൗദിയും യുഎഇയും തമ്മിലുള്ള വൈരാഗ്യം നിലനിൽക്കുമ്പോൾ തന്നെ അവരെ ഭൗതികമായി ബന്ധിപ്പിക്കുന്ന ഒരു പശ പോലെയാണ് ശരിക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നിലനിൽക്കുന്നത്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഒരേ റെയിൽവേ പാത പങ്കിടാൻ രണ്ട് രാജ്യങ്ങളും നിർബന്ധിതരാണ്. ഇന്ത്യയെയും അമേരിക്കയും യൂറോപ്പിനെയും പിണക്കാൻ ഈ രാജ്യങ്ങൾക്ക് തൽക്കാലം കഴിയുകയുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ തന്നെ ഇടപെട്ട് മധ്യസ്ഥത വഹിച്ചിട്ട് പ്രശ്നങ്ങൾക്കൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുകയും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. എന്നാൽ ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഇറാൻ ഈ പ്രോജക്റ്റിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇസ്രായേൽ ഇതിന്റെ ഭാഗമാവുന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുർക്കി അവരെ അവോയ്ഡ് ചെയ്തിട്ട്, തുർക്കി പൊതുവെ ഏഷ്യയുടെയും യൂറോപ്പിന്റെ ഇടയിലെ പാലമായിട്ടാണല്ലോ നിൽക്കുന്നത്. സോ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ പാത ഉണ്ടാക്കുന്നതിന് എതിരാണ് തുർക്കിയും. പാകിസ്ഥാന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉള്ള എല്ലാത്തിനെയും അവർ എതിർക്കും, ഇതിനെയും അവർ എതിർക്കും. സോ ഈ രാജ്യങ്ങളുടെയൊക്കെ എതിർപ്പുകളെയും
പലതരത്തിലുള്ള കളികളെയും അതിജീവിച്ച് വേണം ഈ പ്രോജക്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് തീർച്ചയായിട്ടും ഒരുപോലെ ഇന്ത്യക്കും മിഡിൽ ഈസ്റ്റിനും യൂറോപ്പിനും ഗുണം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്, ഈവൻ അമേരിക്കയ്ക്ക് പോലും. സോ എന്തായാലും ഇത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അവിടെ രക്ഷകനായിട്ട് ഇന്ത്യ അവതരിക്കേണ്ടി വരും. ഇന്ത്യ ഈ സൗദി UAE പ്രശ്നത്തെ പരിഹരിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഗൾഫ് റീജിയനെ തന്നെ ആകെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ അത് കാരണമായേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.